ടു കോമേഴ്സ് ഫാമിലി. അപ്പോൾ നിങ്ങളിപ്പോൾ ബിസിനസ് സ്റ്റഡീസ് ഒക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ടേം 2 എന്ന് പറയുന്ന ഈ ഒരു ടൈമിൽ നമുക്ക് പഠിക്കാനായിട്ട് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് എന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടെ ഒന്ന് നിങ്ങളെ കാണിക്കുവാണ്, പേടിപ്പിക്കാൻ വേണ്ടിയൊന്നുമല്ല. 4 ചാപ്റ്റേഴ്സ് ആണ് മൊത്തത്തിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ്, പിന്നെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഈ 4 ചാപ്റ്റേഴ്സ് ആണുള്ളത്. അപ്പം ആദ്യത്തെ ടേമിലെയും രണ്ടാമത്തെ ടേമിലെയും രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടായിരിക്കും ക്രിസ്മസ് എക്സാമിന് വരുന്നത്. അതുകൊണ്ട് ഒന്നുകൂടെ എടുത്ത് പറയുവാണ്, ഈ സെക്കൻഡ് ടേമിൽ നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു പോവുകയാണെങ്കിൽ ലാസ്റ്റ് എക്സാം വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഫസ്റ്റ് ടേമിൻ്റെയും കൂടെ റിവൈസ് ചെയ്യാനായിട്ടുള്ളൊരു ടൈം കിട്ടും. എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, ഫസ്റ്റ് ടേമിലെ വായിച്ച് പഠിക്കാനൊരു സമയം കിട്ടിയില്ല, ആദ്യത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഫസ്റ്റ് ടേമിൽ നിന്നായിരുന്നു വന്നത്, മിസ്സേ സെക്കൻഡ് ടേമിലെ അത് ക്വസ്റ്റ്യൻസ് ഒക്കെ കുറവായിരുന്നു എന്നൊക്കെ ഇങ്ങനെ മിക്കവരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പറയുന്ന ഒരു കാര്യം നിങ്ങൾ മാക്സിമം നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുക. കാരണം ഫസ്റ്റ് ടേമിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും, ഉറപ്പാണ്. ഫസ്റ്റ് ടേമിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഇടാതിരിക്കില്ല. സെക്കൻഡ് ടേം ആണ്, സെക്കൻഡ് ടേം എക്സാം അല്ലേ ക്രിസ്മസ് എക്സാം, പിന്നെ എന്തിനാ ഫസ്റ്റ് ടേമിലെ ക്വസ്റ്റ്യൻസ് കൊണ്ടുപോയി ആഡ് ചെയ്തിരിക്കുന്നത് എന്ന് ആർക്കും ചോദിക്കാൻ പറ്റത്തില്ല. കാരണം ഓൾറെഡി ഇറ്റ് ഇസ് റിട്ടൺ ഫസ്റ്റ് ടേമിലെയും സെക്കൻഡ് ടേമിലെയും കമ്പൈൻ ചെയ്തായിരിക്കും ക്രിസ്മസ് എക്സാമിന് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ഓരോ പെർസെൻറ്റേജ് ഉണ്ട്, ആ കണക്കിനനുസരിച്ചായിരിക്കും അവരോരോ ക്വസ്റ്റ്യൻസ് ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ 2 ടേമും സീരിയസ് ആയിട്ട് പഠിക്കുക. ഇപ്പോൾ സെക്കൻഡ് ടേം പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് പറയുന്നത്, ഇപ്പോൾ പഠിക്കുന്ന ആരും നീറ്റായിട്ട് പഠിച്ചു പോകുക. അപ്പോൾ ബിസിനസ് സ്റ്റഡീസിൻ്റെ കേസിൽ നമുക്ക് സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൻ്റെ അകത്തുനിന്ന് ഡയറക്റ്റിങ്ങും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റുമാണ് മിസ് എടുക്കുന്ന ചാപ്റ്റർ. സ്റ്റാഫിങ്ങും കൺട്രോളിങ്ങും നമ്മുടെ അനസ്യ മിസ് ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ മിസ് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പം ഞാൻ ചാപ്റ്റർ 7 ആൻഡ് ചാപ്റ്റർ 9 ഈ 2 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് നോക്കിയാൽ മതി. 11 and 10 മാർക്സ്, 10 to 11 മാർക്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെയിൻ എസ്സേ അല്ലെങ്കിൽ 8 മാർക്സിൻ്റെ എസ്സേ സ്ഥിരമായിട്ട് വരുന്ന 2 ചാപ്റ്റേഴ്സാണ് ഡയറക്റ്റിങ്ങും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റും എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, നിങ്ങളുടെ സീനിയേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. നിങ്ങളിതുവരെ കേൾക്കാത്ത കുറേ ടേംസ് ഒക്കെ കാണും. നിങ്ങൾക്ക് ആദ്യം അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒട്ടും കംഫർട്ടബിൾ ആയിട്ട് തോന്നിയെന്ന് വരില്ല. പക്ഷേ ആ ഒരു ടേമിൽ നിന്നാണ് നിങ്ങളുടെ സ്റ്റാർട്ടിങ്. അതായത് അടുത്ത ഇനി ഒരു പ്രൊഫഷണൽ കോഴ്സ് അല്ലെങ്കിൽ ഒരു ഡിഗ്രി ഒക്കെ എടുത്ത് പോകുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ കേൾക്കാൻ പോകുന്ന വാക്കുകളാണ് ഈ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലൂടെ നിങ്ങൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇത് മാസ്റ്റേഴ്സ് ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഇപ്പോഴേ പഠിച്ചു പോവുക. അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ആ ഒരു ചാപ്റ്റർ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് കുറച്ച് ടൈം എടുക്കുന്നത് അതായിരിക്കും. പാട് എന്നല്ല, നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി കുറച്ച് സമയം എടുക്കുന്ന ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരിക്കും. ബാക്കിയൊക്കെ നമുക്ക് ഓൾറെഡി റിയൽ ലൈഫ് എക്സാമ്പിൾസ് ഒക്കെ വെച്ച് നമുക്ക് പറഞ്ഞു തരാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് കുറച്ചും കൂടി ഈ ഒരു ടേമിൽ ഫോക്കസ് ചെയ്യുക. പാടൊന്നുമല്ല, സിമ്പിളാണ്. മിസ് അത് സിമ്പിളാക്കി റെഡിയാക്കി തരാം. അപ്പം അതിന് മുന്നേ എന്തൊക്കെയാണ് ഈ ഡയറക്റ്റിംഗ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ അകത്തുനിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു വെക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും എക്സാമിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ. ഓക്കെ, അപ്പം ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണ് പറയുന്നത്. എക്സാമിൻ്റെ സമയത്തും മിസ് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇപ്പോൾ എന്തൊക്കെ ടോപ്പിക്സ് ആണെന്ന് നമുക്ക് നോക്കാം. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, അതായത് ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ ചാപ്റ്റർ 7 അതായത് 11 മാർക്കിന് വരാനായിട്ട് ചാൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ്. അതിൽ നിന്ന് മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി നമ്മൾ പഠിക്കുന്നുണ്ട്. ഒരു ഡയഗ്രാം ഒക്കെ വരച്ച്, ട്രയാങ്കിളൊക്കെ വരച്ച് ആ ഒരു ഡയഗ്രാം മസ്റ്റായിട്ടും പഠിക്കുക. ബിസിനസ് സ്റ്റഡീസിൽ ഏറ്റവും മെയിനായിട്ട് വരുന്നൊരു സംഭവമാണ്. നിങ്ങൾക്ക് ഡയഗ്രാംസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും മേക്ക് ഷുവർ നിങ്ങളത് പഠിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. കാരണം ഡയഗ്രാംസ് എപ്പോഴും ചോദിക്കും. 4 മാർക്ക് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിലൊക്കെ സ്ഥിരം കാണുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ പഠിച്ചിട്ട് പോവുക, അത് സ്ഥിരമായിട്ട് ചോദിക്കും. മാസ്ലോസ് നീഡ് ഹൈറാർക്കി എപ്പോഴും ചോദിക്കുന്നതാണ്. ഇനി ഫർദർ മുന്നോട്ട് പോകുന്ന ഓരോ ലെവലിലും നിങ്ങളത് പഠിക്കുന്നുണ്ട്. ഓക്കെ, എലമെൻറ്റ്സ് ഓഫ് ഡയറക്റ്റിംഗ്, എസ്പെഷ്യലി മോട്ടിവേഷൻ, ലീഡർഷിപ്പ് സ്റ്റൈൽസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലീഡർഷിപ്പ് സ്റ്റൈൽസ് ഉറപ്പായിട്ടും വരും. അത് 2 മാർക്സിനും 3 മാർക്സിനും അതുപോലെ തന്നെ 5 മാർക്സിനും ഒക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അത് പഠിക്കാതെ പോകരുത്. ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ ഏറ്റവും അവസാനം വരുന്ന ഒരു ഭാഗമാണ്. അത് വിത്ത് എക്സാമ്പിൾസ് തന്നെ നിങ്ങൾ പഠിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇനിയും തരുന്ന ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, യെസ്. അപ്പം ഇതാണ് ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ ഈ 3 ഭാഗം. അതായത് ഇതൊരു ഏരിയയാണ്. ആ ഏരിയയ്ക്ക് അകത്തുനിന്ന് മെയിനായിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ അതിലേക്ക് ചെറിയ ചെറിയ സാധനങ്ങൾ കാണും. ഇപ്പോൾ നേരത്തെ പറഞ്ഞു ലീഡർഷിപ്പ് സ്റ്റൈൽ, അതൊക്കെ 1 or 2 മാർക്സിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. ഓരോ സ്റ്റൈൽ കാണിച്ചിട്ട് ഇത് ഏത് ടൈപ്പ് ഓഫ് ലീഡർഷിപ്പ് സ്റ്റൈലാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ മാത്സ് ഫോളോയിങ് ആയിട്ട് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് ആ രീതിയിൽ നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, ഒരു മെയിൻ എസ്സേക്കുള്ള ഈ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷനൊക്കെ മെയിൻ എസ്സേക്കൊക്കെ വരാനായിട്ടുള്ള ചാൻസും ഉണ്ട്. അടുത്താണ് മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറിൻ്റെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് 5 ലെവൽസ് ഓഫ് നീഡ്സ്
ആണുള്ളത്. ഫിസിയോളജിക്കൽ ഉണ്ട്, സേഫ്റ്റി, സോഷ്യൽ എസ്റ്റീം ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ. ഈ 5 നിങ്ങൾ ഇതുവരെ ആ ഒരു ചാപ്റ്ററിലേക്ക് എത്താത്തതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കാണത്തില്ല. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ ഒരു ഡയഗ്രാമും കാണും, ഒരു എക്സ്പ്ലനേഷൻ കാണും, ഒരു തിയറിയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് റിയൽ ലൈഫ് വെച്ച് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു എസ്സേ ആണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, അടുത്തതാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് വരുന്ന ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് നേരത്തെ പറഞ്ഞ ആ ചാപ്റ്ററാണ്. ഫിനാൻഷ്യൽ ഡിസിഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ്, ഫിനാൻസിങ്, ഡിവിഡൻറ്റ്, ഇതൊക്കെ നിങ്ങൾ ഡിവിഡൻറ്റ് എന്ന് പറയുന്ന വാക്കുകളൊന്നും അധികം കേട്ടിട്ടില്ലായിരിക്കും നിങ്ങൾ. അപ്പം അതുകൊണ്ട് നിങ്ങളെന്താ പുതിയ വാക്കുകൾ പഠിക്കുന്ന ഓർത്ത് വെക്കുക. അപ്പം ചിലപ്പോൾ 2 മാർക്സിനൊക്കെ എന്താണ് ഡിവിഡൻഡ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റുന്ന പോലെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫിനാൻഷ്യൽ ഡിസിഷൻ, ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ചോദിക്കും. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫിക്സഡ് ക്യാപിറ്റൽ, വർക്കിംഗ് ക്യാപിറ്റൽ. ഇപ്പം നിങ്ങൾ കേൾക്കുമ്പോഴത്തേക്ക് ഏത് ഫിക്സഡ് ക്യാപിറ്റൽ, ഏത് വർക്കിംഗ് ക്യാപിറ്റൽ എന്നൊക്കെ തോന്നുമായിരിക്കും. പക്ഷേ അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് അറിഞ്ഞിരിക്കണം. നിങ്ങൾ എന്താണെങ്കിലും അറിഞ്ഞിരിക്കണം. എന്നാലും നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഓക്കെ ഇത് മിസ് അന്ന് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇത് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കാം എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് വരുള്ളൂ. അടുത്താണ് ഡിവിഡൻഡ് ഡിസിഷൻ ആൻഡ് പോളിസി. അത് ഇതിൻ്റെ അകത്തെ ഒരു പകുതി ഒക്കെ കഴിയുമ്പോഴത്തേക്ക് വരുന്ന ഒരു ടോപ്പിക്കാണ്. അത് പഠിച്ചിട്ടേ പോകാവുള്ളൂ. ക്യാപിറ്റൽ സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്നൊരു മെയിൻ എസ്സേ വരാനായിട്ടുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പം അതുകൊണ്ട് പഠിച്ചിട്ടേ പോകുള്ളൂ. 10 മാർക്ക് 11 മാർക്കിനൊക്കെ വരുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ അതുകൊണ്ട് ആരും മിസ്സ് ചെയ്യരുത്. എല്ലാവരും ഈ ഒരു ഭാഗം പഠിച്ചിട്ടേ പോകാവുള്ളൂ. ഇത് എക്സാമിൻ്റെ സമയത്തെ നിങ്ങൾ കാണുന്നുള്ളെങ്കിൽ ആ സമയത്തേക്ക് വേണ്ടി നിങ്ങൾ മാറ്റി വെക്കരുത്. ഇപ്പോഴേ ആ ടെക്സ്റ്റ് ബുക്കിൽ അടയാളപ്പെടുത്തി വല്ല സ്റ്റാർ, ഇതുപോലത്തെ എന്തെങ്കിലും ഒരു ചെറിയ സ്റ്റാറും എല്ലാം വരച്ച് വെക്കാമെങ്കിൽ അത് വരച്ച് വെക്കുക. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഓക്കെ ഇത് ഫോക്കസ് ചെയ്യണം എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഇതുപോലെ കുറേ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം. ബൈ.